മൂന്നായിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. അല്ല, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? മഹിമയ്ക്കെതിരെയുള്ള കേസ് കോടതിയിലെത്തിയ അവളാണ് പീതാംബരനെ കൊന്നതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഏറ്റവും വലിയ ആയുധമാക്കാൻ പോകുന്നത് അവളുടെ സർജിക്കൽ നൈഫ് ആയിരിക്കില്ലേ? അതെ. മഹിമ അല്ല കൊല ചെയ്തതെന്ന് നമുക്കറിയാവുന്ന സ്ഥിതിക്ക് അതവിടെ ആരാണ് എത്തിച്ചതെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ആ നൈഫ് കൊണ്ട് തന്നെ പീതാംബരനെ കൊന്ന് മഹിമയെ കുടുക്കിയത് അയാള് തന്നെയാവും. ഗ്ലൗസ് ഉപയോഗിച്ചതുകൊണ്ട് നൈഫിൽ മഹിമയുടെ വിരലടയാളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അയാൾ കണക്കുകൂട്ടി കാണും. അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചിരുന്നതാ. പീതാംബരനെ കൊന്നത് ഗോപാലനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അയാള് മഹിമയുടെ നൈഫ് വരെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയാള് നേരിട്ടെത്തണമെന്നില്ലല്ലോ. മറ്റാരെ കൊണ്ടെങ്കിലും അത് മോഷ്ടിപ്പിച്ചാ പോരെ? പുറത്തെവിടെയെങ്കിലും വെച്ച് മഹിമയുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് നടക്കില്ല. അവള് അത്രയും സൂക്ഷിച്ച ആ ബാഗ് കൊണ്ട് നടക്കുന്നത്. മാത്രമല്ല, അവള് മിക്ക ദിവസവും കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ബൈക്കിനല്ലേ വരാറ്. അതിനിടയിൽ ആരെന്തെടുക്കാനാ? അപ്പോ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ വരുന്ന വഴിക്കോ നൈഫ് ആർക്കും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഹിമയുടെ നൈഫ് കാണാതെ പോയത് കോളേജിൽ വെച്ചാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് അവളുടെ കൂടെ പഠിക്കുന്ന ആരോ ആണ് അതവളെ കുടുക്കാനായിട്ട് ഉപയോഗിച്ചത്. അതെ. കോളേജിൽ അവളോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് ആർക്കാ? അബിക്കും ബിബിക്കും. അത് തന്നെ എനിക്കും തോന്നിയത്. പീതാംബരനെ അവർക്ക് മര്യാദക്ക് പരിചയം പോലും ഇല്ലായിരുന്നു. മഹിമയോട് പകരം വീട്ടാനായിട്ട് മാത്രം അയാൾ അവരെ കൊല്ലുവോ? അഭി ഒരു സൈക്കോയാ. സ്വന്തം ലക്ഷ്യം കാണാൻ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇനി അവനല്ല പീതാംബരനെ കൊന്നതെങ്കിൽ ആ നൈഫ് കൊലയാളിക്ക് എത്തിച്ചു കൊടുത്തത് അവനായിരിക്കും. എന്തായാലും ആ കൊലപാതകവുമായി അവൻ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്.